ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. പക്ഷേ ഇത് ഹാർട്ടിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹാർഡ് കോറാണ്. പാടാകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളൊന്ന് പ്രാവശ്യം കളിച്ച് നോക്കും ഹാർഡ് കോർ. നമ്മൾ ചാകാതെ ഇരിക്കുമെന്നറിയാമല്ലോ. നമുക്ക് എന്തായാലും കിട്ടാനുള്ള നല്ല സീഡൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് ചെറി പ്ലെയിൻസ് നല്ലൊരു സീഡൊക്കെ തന്നെ. പിന്നെ ഈ വേൾഡിൻ്റെ സീഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ. അത് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ അത് നോക്കി കളിക്കുവാണെങ്കിൽ കളിച്ചോളൂ. പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യം, ലൈക്ക്, ഷെയർ, സബ്, കമൻറ്റും കൂടെ കിട്ടരുത്. എനിക്ക് ചുമ്മാ ഇങ്ങനെ വായിച്ചിരിക്കാനാണ് ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ വീഡിയോക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല. ഇവിടെ എന്തേലും കാണും. ഞാൻ പറഞ്ഞില്ല എന്തേലും കാണുമെന്ന്. ആദ്യത്തെ വുഡ് ഞാനിതാ മൈൻ ചെയ്യുന്നു. ഹാർഡ് കോറാണ്, അതും വേറെ സീനാണ്. എൻ്റെ അളിയ ഹാർഡ് കോറിൽ ഒരു ഹെൽത്ത് കുറഞ്ഞിരിക്കുന്നു. ഹാർഡ് കോർ ഇപ്പോഴേ പാടാണ്. ജാവയിലൊക്കെയാണ് ഹാർഡ് കോർ കളിക്കാൻ സിമ്പിളാണ് ഗൈസ്. കാരണം എന്താണെന്നറിയാവോ, ജാവയിലൊക്കെ ആണെങ്കിൽ ഹാർഡ് കോറിൽ മറ്റേ ഇതുണ്ട്, എന്തോ ഞാൻ പറയാൻ വന്നല്ലോ, മറന്നുപോയി ഗൈസ്. ഞാനിതെങ്ങോട്ടാണ് അറിയാതെ അങ്ങ് സംസാരിച്ച് പോയേക്കുക. ഞാൻ ജനിച്ചെവിടെ? എടാ, ഇവിടെ എങ്ങാണ്ടാണ്. അതെന്തെല്ലാം ഉറപ്പാണ്. ഇപ്പം വീണേനെ. ഇവിടെ കൊണ്ട് ജനിച്ചത്. എവിടെയായാലും പോട്ടെ. നമുക്ക് ഇതിവിടെ വെച്ചേക്കാം. ടൂൾസൊക്കെ സെറ്റാക്കും ഗൈസ്. മറ്റേ മയറ ഇപ്പം ഏറി നിൽക്കുക. അങ്ങനെ മരം വെട്ടിക്കഴിഞ്ഞു. വേഗം തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ടൂൾസൊക്കെ ഉണ്ടാക്കും ഗൈസ്. ആദ്യം നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പിക്കാക്സാണ്. പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കിയേക്കാം ഷീപ്പിനെ കൊല്ലാൻ. ഇനി ഷീപ്പിനെ കൊല്ലുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ ഷീപ്പൊന്നും സ്പോൺ ആകത്തില്ലേ? എൻ്റെ കൂടെ നോക്കി കളിക്കുന്നത് ആരെങ്കിലും ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മൾ പിന്നെ ശ്രുതിയൊന്നും അല്ലല്ലോ നമ്മളെ നോക്കി കളിക്കാൻ. പക്ഷെ ഇവിടെ വില്ലേജ് കണ്ടുപിടിക്കാൻ പാടായിരിക്കും ചിലപ്പോൾ. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. അവിടെ കണ്ട് ഷീപ്പ് അങ്ങനെ സ്പോണോ പറഞ്ഞില്ല. ഇതേ അടുത്ത ഷീപ്പ്. ഇതൊന്ന് വലുതായിരുന്നു കൊല്ലായിരുന്നു. ചെറുതിനൊക്കെ ഒന്നും കിട്ടത്തില്ല. ചട ചട. അയ്യോ, എൻ്റെ കുഞ്ഞ് മാത്രം ഒറ്റയ്ക്കായിപ്പോയില്ല. ഈ വേൾഡിൽ നമ്മൾ മറ്റേ ഡ്രാഗനെ കൊന്നില്ലെന്നോടെ നമ്മൾ അവസാനിപ്പിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ചാകും. ഓടുന്നത് ശരീരത്തിന് നല്ലതല്ല. എൻ്റെ ഹങ്കർ ബാർ വെറുതെ കുറയുന്നു. കിട്ടിയ ഐറ്റത്തിന് ഇപ്പം നമുക്ക് വെള്ളം മതി. ഇതാകുമ്പോൾ 3 വെള്ളയാവും. ഗൈസ്, അപ്പം നമ്മുടെ ലോകത്തെ ആദ്യമായിട്ടുള്ള നമ്മളെന്തിനാണ് കഷ്ടപ്പെടുന്നത്? ആദ്യമായിട്ടുള്ള ബെഡ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് വേറൊരു പണിയില്ല. നേരെ താഴോട്ട് ഒഴിക്കുക.
താഴോട്ട് ഒഴിക്കുക. സ്റ്റോൺ അങ്ങോട്ട് മൈൻ ചെയ്യുക. ഈ വേൾഡ് ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണെങ്കിൽ മാത്രമേ എൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കത്തുള്ളൂ. എന്താ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് നമ്മൾ തന്നെ കഷ്ടം തോന്നിയിട്ട് ചെയ്യും. കുറേ സ്റ്റോൺ എന്തായാലും കൈ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ വൈകുന്നേരം കിട്ടുള്ളൂ. ഇത് കണ്ണച്ചുണ്ടാക്കാൻ പോലും പോലെ ഒരു കുറച്ചാണെങ്കിലും ആടും. എടാ ഞാൻ മൈൻക്രാഫ്റ്റ് ഉപയോഗിച്ചത് 25 മിനിറ്റാണ്. അപ്പോൾ മുകളിൽ നൈറ്റ് ആവുന്നു. നമുക്കെന്ത് പേടി, ഹാർഡ് കോറാണ്. എന്നാലും കണ്ടാ രാത്രി ഇങ്ങനെ വീണ് കിടന്നുറങ്ങണം. ഹാർഡ് കോറാണെങ്കിൽ നമ്മൾ ചത്ത് പുഴുങ്ങിയിരിക്കും അവിടെ. ഇനി എന്തായാലും നമ്മുടെ സ്വോർഡ്, ആക്സ്, പിക്കെക്സ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഒരു ശവലം കൂടെ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ ശവലം അങ്ങനെ ഉണ്ടാക്കാറില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ അടച്ചു വെച്ചിട്ട് നമ്മൾ ജനിച്ചതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇതും കിടക്കാം. ഷീപ്പിനെ കിട്ടുമ്പോൾ കൊല്ലണം, അതാണ് നല്ലത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബെഡ് നമ്മുടെ വീട്ടിൽ വെക്കാനും ഒരു ബെഡ് നമ്മുടെ കൈ കൊണ്ട് കിടക്കാനും. കാരണം എന്താ, പെട്ടെന്ന് നമുക്ക് വീണ് കിടന്നുറങ്ങാൻ. ഇല്ലെങ്കിൽ നമ്മൾ ചാകും. എന്നെ പോലെ എത്ര പേര് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വീട്ടിലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിലും കൊണ്ട് കിടക്കുന്നത്. എനിക്കാണെങ്കിൽ കാരണം വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടാൻ വയ്യ, സുദിനെ പോലെ. ഇപ്പോൾ വീണ് കിടന്നേനോട് നമുക്കൊരു നല്ല സ്ഥലം ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ ആയിട്ട് കൂട്ടാം ഗൈസ്. കാണിച്ചു തരാം. കുറച്ചും കൂടെ അങ്ങോട്ട് പോട്ടെ. ഇത് ഇവിടെ കൂട്ടാം. അത് ഇവിടെ ക്രോസിംഗ് ടേബിൾ ഫർണേസ് ഇത് ഇവിടെ നെക്സ്റ്റ് ആയിപ്പോയല്ലോ. നമുക്കെല്ലാം സിമെൻറ്റ് കഴിക്കണം ഗൈസ്. ഇല്ലെങ്കിൽ നമുക്ക് ചെസ്റ്റ് നടക്കാൻ പറ്റില്ല. അത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാകുന്നില്ല. എന്താ നമ്മുടെ സിമെട്രിക് ഇത് വേണ്ടല്ലേ, ബോറായിത്തൊന്ന്. നമുക്കിനി എന്തായാലും നമ്മുടെ കയ്യിലൊരു ബെഡും കൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ഒരു പട്ടീനെ പെറ്റാക്കണം ഗൈസ്, അത് നമുക്ക് മെയിനാണ്. നമുക്ക് എന്തായാലും ഒരു വീട് സെറ്റാക്കണം. ഈ ഏരിയ മതിയോ അതോ ഇതാ ഇപ്പോൾ ചൂണ്ടിക്കാണെങ്കിൽ അങ്ങോട്ട് വേണമെന്നൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് അടിക്കണേ. നമുക്ക് കമൻ്റ് അടിക്കുക. ആര്, അതും എനിക്ക് ആര് കമൻ്റ് അടിക്കാനടി? എൻ്റെ വീഡിയോക്കൊന്നും നല്ല സപ്പോർട്ടൊന്നുമില്ല ഗൈസ്. അവിടെ ഞാൻ കോളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടുപിടിച്ചോണ്ടിരാം. ഹാർഡ് കോർ ആയതുകൊണ്ട് ഞാൻ കേവിൻ്റെ അകത്തൊക്കെ ഇറങ്ങാൻ എനിക്ക് പേടിയെ. ഞാൻ ഇതുവരെ കേവിൻ്റെ അകത്ത് ഇറങ്ങാൻ പേടിയെന്ന് പറഞ്ഞില്ല, അപ്പോഴത്തേക്കും കേവിൻ്റെ അകത്ത് ഇറങ്ങി. എൻ്റെ അളിയാ ഇങ്ങനെ കയറി ഞാൻ. ഞാനത് വിറച്ച് കണ്ടില്ല ഗൈസ്. ഞാൻ ഡയറക്റ്റിട്ടൊന്നും കയറിക്കോട്ടെ. എനിക്ക് എൻ്റെ അളി ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ നിന്നല്ലോ, കാരണം പേടിക്കേണ്ട കാര്യമില്ല. ഇതും കൂടെ മൈൻ ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഇല്ലെങ്കിൽ പണി പാളും. ചേട്ടാ ഞാൻ പോണു. വിടാന പോട്ട്. അയ്യോ വിട നീ വിട. എന്തോ സംഭവിക്കണേ അങ്ങനെ. വേഗം
അത്യാഗ്രഹം ആപത്ത്. ഇതുങ്ങളെയൊക്കെ തീർക്കാം നമുക്ക്. നിൽക്കി ഇതൊന്ന് വെച്ചോട്ട്. ഇവിടെ ഒന്ന് വെക്കുക. എണ്ണുള്ളത് ഇവിടെ ഒന്ന് വെക്കുക. ഞാൻ നൈസിൻ്റെ ഡോറേനെ പോലെ ആക്ട് ചെയ്ത് നോക്കിയത്. എടാ നിന്നെ തീർക്കാൻ ഞാൻ വരുന്ന. ഓ അയൺ ഗൈസ്, ഈ ലോകത്തെ ആദ്യത്തെ ഈ വേൾഡിലെ ആദ്യത്തെ അയൺ ഞാൻ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഞാനിപ്പോൾ കണ്ടതേ ഉള്ളൂ. ഇവിടെ കണ്ടാണല്ലേ. പോടാ പോടാ. ഇപ്പം കണ്ട ഷീപ്പിൻ്റെ ബഹളം. ഷീപ്പിനെ തപ്പി ഇടുന്നപ്പോൾ അങ്ങ് കൊണ്ടുവരുന്നു ഷീപ്പിനെ തപ്പാൻ. ഓ ഓ അയ്യ, നിറയുണ്ട് വേണം. ഇതിൻ്റെ പുറകെ നോക്കിയോ. ഈ അയൺ പൊട്ടിക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ പുറകെ 10-30 കാണുന്നു ചോദിക്കാം. അയ്യോ വേണ്ട, പറഞ്ഞില്ലേ. പറ്റിച്ച് കഴിച്ച് പറ്റിച്ച് ഞാനങ്ങനെ പറ്റിക്കപ്പെടുത്തൊന്നുമില്ല. ഇവിടെ അയൺ അങ്ങോട്ടുണ്ടല്ലോ. ഇല്ല, പറ്റിച്ച് കഴിച്ച്. ഞാൻ നന്നായി പറ്റിക്കപ്പെട്ടു. നമ്മളുടെ വീട് ഈ ചെറുമരവും ഓക്കും ഒക്കെ കൊണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി നോക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് വീടാണെന്ന് പറയും. എനിക്ക് ഓടാൻ സ്പീഡില്ല ഗൈസ്. കളിച്ച് ഓ ഓടാൻ സ്പീഡില്ല. പതുക്കെ നടന്നു പോവാം. ഇത് വേവിച്ചിട്ട് കഴിച്ചാൽ മതി. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ തട്ടിക്കുട്ടി വെക്കാൻ നമുക്ക്. ഇത് വേണം. പോട്ടെ എല്ലാം നമ്മൾ ഇന്നത്തെ കളഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്ര സ്പേസ് ഉണ്ട്. ആദ്യത്തെ അയൺ നമുക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഗൈസ് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാത്തത്. അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ഞാൻ വീടുണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം. അവിടത്തേക്ക് നിങ്ങളെനിക്ക് നല്ല സപ്പോർട്ട് തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നൈറ്റ് ആവും. നമുക്കെന്ത് പേടി. ഓ പേടിച്ചു പോയി. ഇവിടെ നോട്ടെ. ഇല്ല നിങ്ങൾ ചത്തൊടുങ്ങും ഗൈസ്. അവിടെ നൈറ്റ് ആവും. നമുക്കെന്ത് പേടി എന്തിന്. ബെഡ് ഇരിക്കുമല്ലേ നമ്മളത്. ഈ അയൺ ആയി കഴിഞ്ഞ ഉടനെ നമ്മൾ ഔട്ട്രോ പറയുന്നതായിരിക്കും ഗൈസ്. ഈ അയൺ കൊണ്ട് ആദ്യത്തെ ഒരു പിക്കാക്സ് ഉണ്ടാക്കുക, എന്നിട്ട് ഔട്ട്രോ പറയുക. ഇത് നിങ്ങൾ കാണേണ്ട നിമിഷമാണ്. സ്റ്റിക്ക് ഇതാണ് കുഴപ്പം. സ്റ്റിക്കും ഫ്ലാങ്കും കൈ വെച്ചേക്കാം. പെട്ടെന്ന് ആദ്യത്തെ പിക്കാക്സ് ഇങ്ങനെ ഉണ്ടാക്കുക. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നു. ഇവിടെ ഫാർമിംഗ് ഒക്കെ നൈസിന് തുടങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ ഫുഡില്ലാതെ മരിച്ചു പോകും. ഗൈസ് എല്ലാ അയണും ആയിട്ടുണ്ട്. ഇത് നേരെ എടുത്ത് പെട്ടിക്കകത്ത് വെച്ച് ഇതൊക്കെ കൈ തന്നെ ഇരുന്നോട്ടെ. ഈ പിക്കാക്സ് കൊടുത്ത് ഇവിടെ വെച്ച് ഇത് കൊടുത്ത് ഇവിടെ വെച്ചേക്കാം. ഇത്രയൊക്കെ ആക്കിക്കൊണ്ട് നമുക്ക് ഔട്ട്രോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ഗൈസ്. നമ്മുടെ ഹാർഡ് കോർ വേൾഡിൽ നമ്മൾ ആദ്യമേ ചത്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ രണ്ടാമത് ഈ വേൾഡും തുറന്നു നോക്കുമ്പോൾ ഞാൻ ചത്ത XP മാത്രമുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ ഇതിൻ്റെ അകത്ത് നിൽക്കുമായിരുന്നു. ആരോ കൊന്നു.
എങ്ങനെയോ എടുത്തു. എന്തായാലും ഹാർഡ് കോർ കഴിഞ്ഞു ഗൈസ്. നമുക്കെന്തായാലും അടുത്ത ഹാർഡ് കോർ വേൾഡുമായിട്ട് ഞാൻ ചാകത്തില്ല. എന്നാലും ഞാൻ കൂട്ടി നിൽക്കുകയായിരുന്നു. എങ്ങനെ ചത്തെന്നറിയില്ല. ആ കൂട്ടിൽ നിന്ന് ഞാൻ പുറത്ത് വന്നു. എന്നിട്ട് കുറച്ച് മൈനിങ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുഴിച്ചു. അപ്പോഴത്തേക്കും വെളി വന്ന് കിടന്നുറങ്ങാൻ നോക്കി. കിടന്നുറങ്ങാൻ പറ്റിയില്ല. അപ്പം മോബ് വന്നു, സോംബി വന്നു, എല്ലാം തല്ലാൻ തുടങ്ങി.